ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ദിവസം ഇവിടെ നല്ല മഴയാണ്, നല്ല മഴക്കാറാണ്. പക്ഷെ ആ മഴക്കാറ് വന്ന പോലെ അത്ര പെയ്തില്ല കേട്ടോ. നല്ല മഴക്കാറും കാറ്റുമായിരുന്നു. എന്തൊക്കെയുണ്ട്? തണുപ്പ് കാലം സുഖമായിട്ട് ഇരിക്കുന്നു അല്ലേ വീട്ടിൽ? കർക്കിടക മാസത്തിൽ ചിക്കൻ, മട്ടൻ ഇതൊക്കെയാണ് സൂപ്പ്, പണ്ടുള്ള സൂപ്പ് ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ എപ്പോഴും അത് കർക്കിടകത്തിൽ മട്ടൻ കാല് എന്താണ് അത് സൂപ്പ് വെച്ച് കഴിക്കും. 15 ദിവസത്തിനാണ് കത്തിയിരിക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതൊന്നും ജോലിക്കൊന്നും പോകാൻ പാടില്ല, അങ്ങനെ ഇരിക്കും. അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. പിന്നെ ഞാനും അതുപോലെ ആ ഒരു ഓർമ്മയിൽ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കി. അവിടെ ശരിക്കും ഇഷ്ടു എന്നാണ് പറയുക, ഇഷ്ടു, ദോശ ഇഷ്ടു. അതുപോലെ ആ ഇഷ്ടുവിൽ ഉരുളക്കിഴങ്ങും ക്യാരറ്റിൻ്റെയും കൂടെ ചിക്കനും കൂടി ആഡ് ചെയ്തു. പക്ഷേ തേങ്ങാപ്പാലല്ല, ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സീക്രട്ടായിട്ടുള്ള ഒരു പാലാണ്. അത് ഞാൻ പറയില്ല. ഓർഡർ സ്കിപ്പ് ചെയ്ത് ഇരുന്ന് കാണണം. അതെത്തുമ്പോൾ മനസ്സിലാക്കാം ഏതാണെന്ന്. ഞാനിപ്പോൾ പറയില്ല അതേതാ പാലെന്ന്. അപ്പം ഞാനിന്നിപ്പോൾ എടുത്തിരിക്കുന്നത് പൊട്ടറ്റോ, വലിയ പൊട്ടറ്റോ കിട്ടിയില്ല, ബേബി പൊട്ടറ്റോ ആണ്. കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ അടുത്ത് ഉള്ള ഒരു ഷോപ്പിൽ അവരെ വിളിച്ചിട്ട് പറഞ്ഞതാണ്, കൊണ്ടുവന്നത് ബേബി പൊട്ടറ്റോ. ശരി, അതെങ്കിലും അത് അല്ലേ. പിന്നെ ഞാൻ പൊട്ടറ്റോ ഒക്കെ കഴുകി ഇതാകുന്ന സമയത്ത് അതിനൊരു 5 മിനിറ്റ് മുമ്പ് തന്നെ ചിക്കൻ്റെ ബ്രസ്റ്റാണ് അത് ഒരു കുറച്ച് വിനീഗറിലിട്ട് വെച്ച് നന്നായിട്ട് കഴുകാൻ. അതൊരു ഇതാണ്, വിനീഗറിൽ ഇട്ട് കഴുകിയാൽ അതിൻ്റെ ഒക്കെ പോകുന്നൊരു വിശ്വാസം. ഇത്രയുള്ളൂ. കേട് ഉണ്ടെങ്കിൽ അത് പോകുന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാനത് ഇട്ട് വെച്ചു. പിന്നെ ചിക്കനിൻ്റെ പാത്രത്തിലൊക്കെ ഇട്ട് വെച്ച് ഞാനത് ഇപ്പം തന്നെ ജസ്റ്റ് ഒന്ന് കഴുകി വയ്ക്കും സോപ്പിട്ടിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ആദ്യം ഡിഷ് വാഷറിലിടും. അങ്ങനെയാണ് ചെയ്യാറ്. എന്തോ അതൊരു ഹാബിറ്റായിപ്പോയി. നോൺ വെജൊക്കെ ആക്കിയ പാത്രങ്ങൾ അപ്പം തന്നെ കഴുകിയിട്ട് വയ്ക്കും. പിന്നെ ആദ്യം ചെയ്യുന്നത് അതൊരു ശീലം. ദുശ്ശീലമാണോ നല്ലതാണോ അറിയില്ല. ഇത് നമ്മൾ സാധാരണ ഇഷ്ടമുണ്ടാക്കുന്ന പോലെ തന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ അത് എളുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ചിക്കനും ഒരു എന്താ പറയുക ആ വലുപ്പത്തിൽ തന്നെ ചെറുതായിട്ട് ഒരു മീഡിയം ക്യൂബ് സൈസിൽ കട്ട് ചെയ്തിട്ട്, അപ്പോൾ എല്ലാം ഒരേ സൈസിൽ കട്ട് ചെയ്യുമ്പോൾ ഒപ്പം ഒരേപോലെ വെന്ത് കിട്ടും. പിന്നെന്താ, നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ ഇങ്ങനെ ചിക്കൻ ഇട്ടിട്ട്? മട്ടൺ സ്റ്റൂ ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? അത് പൊതുവേ കണ്ടിട്ടുണ്ട്. ചിക്കൻ സ്റ്റൂ ഇങ്ങനെയാണോ അറിയില്ല. ഞാൻ എൻ്റേതൊരു ഇതിലുണ്ടാക്കിയത് ഞാൻ കണ്ടിട്ടില്ല, ആരുടെയും റെസിപ്പി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മട്ടൺ ഇട്ട് കണ്ടിട്ടുണ്ട്, മട്ടൺ തനിയെ ഇട്ടിട്ടും ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് അല്ലേ മട്ടൺ സ്റ്റൂ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. ചിക്കനും ഉണ്ടാക്കിയിട്ടുണ്ട്, എന്താ പറയുക. അത് ഞാൻ ഇപ്പോൾ അങ്ങനെ ഇട്ട് നോക്കി. എന്തായാലും നല്ല തണുപ്പും, അപ്പോൾ അതൊരു കുരുമുളകും മസാല പറഞ്ഞാൽ ഗരം മസാല അതൊക്കെ ഇട്ട് ഒന്ന് കഴിക്കുമ്പോൾ നല്ല സുഖമുണ്ടാവും ദോശയുടെ കൂടെ. പിന്നെന്താ വിശേഷം? ഞങ്ങളിന്നിപ്പോൾ മഴ കാരണം എവിടെയും പോയില്ല. ഇന്ന് സൺഡേ ആണ് കേട്ടോ. പക്ഷേ ഞാൻ സൺഡേ എടുത്ത വീഡിയോ ആണ്. പതുക്കെയാണ് ഇന്ന് എഡിറ്റൊക്കെ ചെയ്യാൻ കുറച്ച് സ്ലോ ആണ്. ബാക്കി കാര്യങ്ങളിലെ ഇപ്പോൾ ഒന്നും റെഗുലറാവണില്ല. അപ്പം ചിക്കനൊക്കെ ഇതാക്കിയത് കൊണ്ടാണ് ഞങ്ങളെല്ലാം ഒന്ന് സോപ്പിട്ട്. പിന്നെ ആ കട്ടിങ് ബോർഡ് ഗ്ലാസ്സാണ്, അപ്പോൾ അത് നല്ലത് സൂക്ഷിച്ച് എപ്പോഴും അത് കഴിക്കില്ല. അതുപോലെ നോൺ വെജൊക്കെ നമ്മൾ ശരിക്കും സൂക്ഷിച്ചിട്ടുണ്ട്. അല്ലാത്ത സമയത്ത് ഒരു ക്ലീനിങ് ലോഷൻ സൊല്യൂഷൻ ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിട്ടിട്ട് നാപ്കിൻ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് കുറച്ച് വൃത്തിയാക്കും, അങ്ങനെ ചെയ്യാറ്. ഇതിപ്പോൾ ഇന്നിപ്പോൾ ഞാനത് ചിക്കൻ അതിൽ വെച്ച് കട്ട് ചെയ്തതുകൊണ്ട് അതിന് സോപ്പിട്ടിട്ട് കഴുകി.
പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞങ്ങൾക്ക് പിന്നെ ദോശ ഇതിൻ്റെ കൂടെ നിൽക്കുന്ന പറയും ദോശയാണ് ഉണ്ടാക്കിയത്. ഞാൻ ആദ്യം വിചാരിച്ചത് ചെറുപയറും പിന്നെന്താണ് ഈ കോറ, റാഗി, കോറ എന്ന് പറഞ്ഞാൽ റാഗി, ഇതെന്തായാലും പഞ്ഞപ്പുല്ലോ അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലേ, കുറേ പേരുണ്ട്. ശ്രദ്ധിച്ചിട്ടില്ലേ നമ്മളുടെ മലയാളത്തിലെ ഇതാണ് ഓരോന്നിനും പല പല അർത്ഥങ്ങളും വാക്കുകളും ഒക്കെ ഉണ്ട് അല്ലേ. ഇവിടെയൊക്കെ ഒരു റാഗി പറഞ്ഞാൽ റാഗി മാത്രമേ ഉള്ളൂ, നമുക്കങ്ങനെ ഇല്ലല്ലോ. റാഗി, കോറ, പഞ്ഞപ്പുല്ല്, പിന്നെന്തൊക്കെയാണ് പേരെന്നറിയില്ല. ഓരോ ഡിസ്ട്രിക്റ്റിലെ ഓരോ പേര് പറയും. അതായത് നമ്മുടെ മലയാളം ഇതിൽ ഒരു പ്രത്യേകതയാണ്. അപ്പം അങ്ങനെ പല വാക്കുകളുണ്ട് അല്ലേ. ഒരേ വാക്കിന് തന്നെ ഓരോ സ്ഥലത്തും പലതും പല രീതിയിൽ പറയുന്നത് അല്ലേ. പച്ചക്കറി ആയാലും എല്ലാത്തിനും പല പേരുകളുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് ഞാനപ്പോൾ അതെല്ലാം കൂടി ഒന്ന് തിളയ്ക്കട്ടെ. ഒന്ന് തിളച്ച ശേഷമാണ് ഞാൻ പച്ചമുളക് ഇട്ടത്. ഒരു 3-4 പച്ചമുളക് ഇട്ടു. കാരണം എന്താ പറയുക, ഈ മുളകിന് ഒട്ടും എരിവില്ല, നീളം മാത്രമുണ്ട്. ഒരു 3-4 ഇട്ടു. പിന്നെ ഇതിന് പെപ്പർ ഇടുന്നുണ്ട്, ഗരം മസാല ഇടുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് എരിവൊക്കെ ഉണ്ട്, സ്പൈസിയാണ്. അതും തണുപ്പത്ത് കുറച്ചും കൂടി സ്പൈസി ആയിട്ട് കഴിക്കാനുള്ള ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ അതെല്ലാം ഇട്ടു. പിന്നെയാണ് എൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. എന്താ ഞാൻ പറഞ്ഞത്, തേങ്ങാപ്പാലിന് പകരം പാല്, പീനട്ട് പാല്. കടല വെള്ളത്തിലിട്ട് ഓവർനൈറ്റ് രാത്രി മുഴുവൻ ഇട്ടു കുതിർത്ത്, എന്നിട്ട് നെക്സ്റ്റ് ഡേ അതിന് ഗ്രൈൻഡ് ചെയ്തിട്ട് അതിന് പാലെടുത്തിട്ട് അത് തിക്കായിട്ടാണ് കിട്ടുക. അപ്പോൾ അതിന് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കും. അപ്പോൾ നമുക്ക് അതിൽ ഗ്രൈൻഡ് ചെയ്ത് കിട്ടിയിട്ട് അരിച്ചെടുക്കില്ല, അതിൽ കൂടെ നമുക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അപ്പോൾ കുറച്ചൊന്ന് ഡൈലൂട്ടാവും, അല്ലെങ്കിൽ വളരെ തിക്കായിരിക്കും. ഞാനതിനനുസരിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കും. ഒരു 2-3 ദിവസമൊക്കെ ഉപയോഗിക്കാനുള്ളതുണ്ടാവും. അപ്പോൾ അധികം എന്ത് മസാല ഉണ്ടാക്കുമ്പോഴും അതൊന്ന് കുറച്ചൊരു 1/4 ഗ്ലാസ് ഇത് ഒഴിക്കും. അപ്പോൾ ഇത് പ്രത്യേക ഒരു പാലിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. അത് 3 ദിവസം വരെ തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, മാക്സിമം അത്രയേ പറ്റില്ല ഫ്രിഡ്ജിനുള്ളിൽ വയ്ക്കുകയാണ്. അപ്പോൾ ഇത് ഒരു പ്രോട്ടീൻ റിച്ച് സ്റ്റൂ ആയിപ്പോയി. അപ്പോൾ അതാണ് എൻ്റെ സീക്രട്ട്. എങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും? പീനട്ട് മിൽക്ക് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും റെസിപ്പി, ഇതന്നെയല്ല ഏതെങ്കിലും റെസിപ്പി പീനട്ട് മിൽക്ക് ഉപയോഗിച്ചിട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത്. പിന്നെന്താണ്, അപ്പോൾ ഇനി അടുത്ത് ദോശ ഉണ്ടാക്കാം. ദോശ ഞാൻ ഇപ്പോൾ ഈ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ ശേഷമാണ്, അപ്പോഴൊക്കെ നമ്മൾ പല യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒക്കെ കാണിക്കും നോൺ സ്റ്റിക്ക് പാത്രം, ഇത് നല്ല ഉപയോഗിക്കരുത്, അതിൻ്റെ കോട്ടിങ് പോയാൽ ഉപയോഗിക്കാം, കോട്ടിങ് പോയി കഴിഞ്ഞാൽ ഉപയോഗിക്കരുത്, പിന്നെ ഇത് മാറ്റണം അങ്ങനെ. അപ്പോൾ എപ്പോഴും നമുക്കിവിടെ എവറി ഇയർ അത് മാറ്റുക എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടം തന്നെ. അപ്പോൾ ഞാൻ മെല്ലെ നമ്മുടെ പഴയ രീതിയിലേക്ക് മാറി കാസ്റ്റ് അയണായി. പക്ഷേ പ്രീ സീസൺ കാസ്റ്റ് അയൺ തവയണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വാങ്ങിയത്. പക്ഷേ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതിൽ സ്റ്റിക്കാവും, ദോശ ഇടുമ്പോഴൊക്കെ അതിന് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഞാനപ്പോൾ അതിനെക്കുറിച്ച് വായിച്ച് നോക്കി എന്താ ചെയ്യേണ്ടത് നോക്കിയപ്പോഴാണ് പറഞ്ഞത്, കണ്ടത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണ്ണ തടവി കൊടുത്തിട്ട് ചൂടാക്കുക. അങ്ങനെ 3-4 ദിവസം അങ്ങനെ ചെയ്തപ്പോൾ അത് നന്നായി മയപ്പെട്ട് കിട്ടി. പിന്നെ 3-4 ദോശ ചുടുമ്പോഴേ ഞാൻ ആ എണ്ണ ഇങ്ങനെ ബ്രഷിലിങ്ങനെ ആക്കി കൊടുക്കുള്ളൂ. അതെല്ലാം നന്നായിട്ട് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, ഒരു 6-7 എണ്ണമൊക്കെ ദോശ വെച്ച് പല്ല് നല്ല ചൂടായിരിക്കും, എത്ര ലോവിൽ വെച്ചാലും നല്ല ചൂടായിരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ സ്ട്രീറ്റ് ഫുഡിലൊക്കെ ദോശ ഉണ്ടാക്കുമ്പോൾ കണ്ടിട്ടില്ലേ, വെള്ളം ഇങ്ങനെ തളിച്ച് കൊടുക്കുന്നത്, അത് ആ ഒരു ടിപ്പ് കിട്ടിയിരിക്കുക. അപ്പോൾ ഞാനതങ്ങനെ ഉപയോഗിക്കാറ്. ഇടയിൽ ഇങ്ങനെ 6 ദോശയൊക്കെ കിട്ടി കഴിഞ്ഞാൽ നല്ല ചൂടാകുമ്പോൾ ലോവിൽ വെച്ചിട്ട് ഇങ്ങനെ വെള്ളം കൊണ്ടുവന്ന് സ്പ്രിങ്കിൾ ചെയ്യും. അപ്പോൾ പിന്നെയും അത് ഒന്ന് ചൂട് കുറയും, പിന്നെ നന്നായിട്ട് പരത്താൻ കിട്ടും. അങ്ങനെയാണ് ഓരോരോ ടിപ്പ്. നല്ലതാണ് കാസ്റ്റ് അയൺ അല്ലേ, അയൺ പണ്ട് ഇപ്പോൾ ആൾക്കാരൊക്കെ എല്ലാവരും പഴയതിലേക്ക് പോകാൻ തുടങ്ങി.
പക്ഷെ നോൺ സ്റ്റിക്ക് നല്ലതാട്ടോ ഉപയോഗം. എനിക്കിഷ്ടമാണ്. അതിൻ്റെ ഇത് പോയിക്കഴിഞ്ഞാൽ പേടിയാണ്. ഇതുപോലെ വായിച്ച് കഴിഞ്ഞിട്ട് അത് നന്നല്ല ഇങ്ങനെയാണെന്നല്ല, ആ സ്പൂൺ ഉപയോഗിക്കരുത്, ഈ സ്പൂൺ ഉപയോഗിക്കരുത്, അങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു ഇതന്നെ. അപ്പോൾ അതുകൊണ്ടാണ് ചേഞ്ച് ചെയ്ത് ഞാൻ ഇതിലേക്ക് മാറിയത്. അതിൻ്റെ ഒരു ഇതുപോലെ കടായും ഉണ്ട്, അതും ഇതുപോലെ സീസൺ ചെയ്ത് വെച്ചിട്ടില്ല. സീസൺ ചെയ്യണം, എന്നിട്ട് വേണം. അതുപോലെ തന്നെ നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ മാറ്റിയിട്ട് ഞാൻ സ്റ്റീലിൻ്റെയാണ് ഇപ്പോൾ കുക്കിംഗ് തോരനൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. സ്റ്റീലിൻ്റെ കടായി, നോൺ സ്റ്റിക്കിൻ്റെ ഉപയോഗിക്കാറില്ല. സ്റ്റീലിൻ്റെ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ നല്ലോണം നോക്കി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ. അതൊരു ഡ്രോബാക്കാണ് ഇത്. പക്ഷെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ബെസ്റ്റാണ് സ്റ്റീലല്ലേ. പിന്നെ സ്റ്റീലിൻ്റെ വേറൊരു ഹോക്കിൻസിൻ്റെ സ്റ്റീലിൻ്റെ ഒരു തവയുണ്ട്, അത് നന്നായിട്ട് ഇതാക്കി കിട്ടും. എല്ലാവരും ഉള്ളപ്പോൾ അങ്ങനെയാണ്, അത് രണ്ടും കൂടി ഉപയോഗിച്ചിട്ടാണ് ദോശ ഉണ്ടാക്കുക. അങ്ങനെയുണ്ട് ദോശയും സ്റ്റൂവും കോമ്പിനേഷൻ. പ്രത്യേകിച്ച് പീനട്ട് മിൽക്കിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. തേങ്ങാപ്പാലിനെക്കാട്ടും കുറച്ചും കൂടി ടേസ്റ്റ് അത് ചിലപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയതുകൊണ്ടായിരിക്കാം കേട്ടോ. ഞങ്ങൾ എപ്പോഴും തേങ്ങാപ്പാലല്ലേ ഉപയോഗിക്കുക. ഇത് ഇങ്ങനത്തെ ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി ആയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെന്താ, അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കുക, നോക്കുക എങ്ങനെയുണ്ട്. ഏതിലും നോൺ വെജ് തന്നെ വേണമെന്നില്ല, ഏത് വെജിറ്റബിളിലും നമുക്ക് ഉണ്ടാക്കാം. കോളിഫ്ലവറിൽ ഉണ്ടാക്കാം. കോളിഫ്ലവർ, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ്, പീസ്, ഇതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ടോഗോനെ ഫുഡൊക്കെ കഴിച്ച് അവനിടയിൽ കൂടെ കഴിഞ്ഞുപോയി. മോള് വീഡിയോയിൽ കാണണ്ടെന്ന് പറഞ്ഞിട്ട് മാറിയിരിക്കുകയായിരുന്നു ഫോൺ എടുക്കുമ്പോൾ. അപ്പോൾ എങ്ങനെയുണ്ട് അത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം, സജഷൻ പറയണം. പിന്നെ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ടോഗോൻ്റെ ചില പ്ലേലിസ്റ്റിലുണ്ട്. ടോഗോൻ്റെ എന്താ വീഡിയോസൊക്കെ കണ്ടിട്ട് ഫോറിനിൽ ഒരു ലേഡി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തിരിക്കുക. അവൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ് അത്ര അവരുടെ കുട്ടി ആഹാരം കഴിക്കുക. അത്രയ്ക്ക് ഇതാണെന്ന് അത്ര ഫേമസ് ആയി പോയി ആ ടോഗോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടാണ് അവർ ഇതിൽ എഴുതാത്തതെന്ന്, എന്താ കമൻറ്റിൽ. അപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലാണ് വന്നത് ഇങ്ങനെ നല്ല ഇതാണ് ടോഗോൻ്റെ ഓരോ വികൃതിത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഓരോ വീഡിയോസ് കണ്ടിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചില്ല എന്തുകൊണ്ടാണ് അവൾ കമൻറ്റ് ചെയ്യാത്തത്. എനിക്കതിൽ മെസ്സേജ് വന്നു, ഞാനപ്പോൾ അതിന് എഴുതിയേക്ക് താങ്ക് യു പറഞ്ഞിട്ട് താങ്ക് യു നോട്ട് കൊടുത്തു, അത്ര തന്നെ. എന്താണെന്നറിയില്ല. ഏതാ കൺട്രി ഞാൻ വായിച്ചു നോക്കിയത്, UK ആണോ സംശയം. എന്തായാലും ടോഗോ ഫേമസായി. അങ്ങനെ അപ്പം അതിൻ്റെ ഇടയിൽ മധുറിൻ്റെ പറഞ്ഞത് ഞാൻ എങ്ങനെയുണ്ട് കഴിച്ചിട്ട് പറയൂ വീഡിയോയിൽ. അപ്പോൾ സുഖമായിട്ട് തമിഴിൽ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, കോമഡി. എന്തായാലും ഞങ്ങൾക്കത് കറക്റ്റായിരുന്നു. ബാക്കിയൊന്നും അതിൽ കുറച്ച് കഷ്ടം ബാക്കിയുണ്ട് ഇതിൻ്റെ പീസസൊക്കെ. അപ്പോൾ അത് ടോഗോന് കൊടുക്കും. അപ്പോൾ ടോഗോ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട്, ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഞങ്ങളുടെ കൊച്ചു ഡിന്നർ ഇഷ്ടപ്പെട്ടോ? അഭിപ്രായം പറയാം. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. താങ്ക് യു, ബൈ. ടോഗോ അമ്മി തരാം.
അത് അടുത്തടിച്ച്